കോത്തായിമുക്ക് പ്രദേശത്ത് നിന്നും എടാട്ട് വരെ പുതിയ 6 വരി ദേശീയപാത ഒരുങ്ങുമ്പോൾ നിലവിലെ പഴയ ദേശീയപാതയെ മറന്ന് അധികൃതർ ഇവിടെ അറ്റകുറ്റപ്പണി നടത്താനോ ഓവുചാലുകൾ വൃത്തിയാക്കാനോ അധികൃതർ തയ്യാറാകാത്തത് കാരണം വെള്ളക്കെട്ടും യാത്രാക്ലേശവും അപകട ഭീഷണിയും ഏറിവരികയാണ്. കോത്തായിമുക്കിനു മുൻപ് വെള്ളൂരിൽ നിന്ന് എടാട്ട് വരെ നിലവിലുള്ള ദേശീയപാത ഒഴിവാക്കി 6 വരിപ്പാത ബൈപ്പാസ് റോഡ് നിർമ്മിച്ചതോടെ പഴയ ദേശീയപാത സംരക്ഷിക്കാൻ ആളില്ലാതായി. നിലവിലുള്ള പഴയ ദേശീയപാതയുടെ അറ്റകുറ്റപ്പണി നടത്താനോ ഓവുചാലുകൾ വൃത്തിയാക്കാനോ ദേശീയപാത അധികൃതർ തയ്യാറാകുന്നില്ല. ഇതുമൂലം പഴയ ദേശീയപാതയിൽ പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുകയാണ്. കണ്ടോത്തിനും പെരുമ്പയ്ക്കുമിടയിൽ പലയിടത്തുമുള്ള വെള്ളക്കെട്ട് വാഹനങ്ങൾക്ക് ഭീഷണിയായി മാറിയിട്ടുണ്ട്. ഇവിടെ ഓവുചാലുണ്ടായിരുന്നുവെങ്കിലും വൃത്തിയാക്കാത്തതിനാൽ അടഞ്ഞുകിടക്കുകയാണ്. ദേശീയപാത നിർമ്മാണം തുടങ്ങിയ ശേഷം ഇതുവരെയും ഇവിടെയുള്ള ഓവുചാലുകൾ വൃത്തിയാക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ചെറിയൊരു മഴ പെയ്യുമ്പോൾ തന്നെ ഇവിടെ വലിയ രീതിയിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്നു. ഏകദേശം 200 മീറ്ററോളം ഭാഗത്താണ് വെള്ളം കെട്ടിക്കിടക്കുന്നത്. വെള്ളക്കെട്ട് കാരണം കാഞ്ഞങ്ങാട് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ തെറ്റായ ഭാഗത്തു കൂടിയാണ് കടന്നു പോകുന്നത്. ഇത് വലിയ രീതിയിലുള്ള അപകടങ്ങൾക്കും കാരണമാകുന്നു. വെള്ളക്കെട്ട് കാരണം ഈ ഭാഗത്ത് വലിയ രീതിയിലുള്ള ഗതാഗതക്കുരുക്കും അനുഭവപ്പെടുന്നുണ്ട്. വെള്ളക്കെട്ടുള്ള ഭാഗത്ത് വാഹനമിറക്കാൻ ഡ്രൈവർമാർ തയ്യാറാകാത്തതും പ്രതിസന്ധി രൂക്ഷമാക്കുന്നു. ഓവുചാലുകൾ അടിയന്തരമായി വൃത്തിയാക്കി വെള്ളക്കെട്ട് ഒഴിവാക്കണമെന്ന ആവശ്യം നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ശക്തമായിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.